ഹോർമുസ് ജലപാതയുടെ ഉപരോധ മേഖലയിൽ 10,000-ത്തിലധികം സൈനികരെയും നാവികരെയും വ്യോമ നിരീക്ഷകരെയും വിന്യസിച്ചെന്നാണ് അമേരിക്ക പറയുന്നത്. 12-ലധികം യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സംഘർഷ മേഖലയിൽ എത്തിയെന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. US സെൻട്രൽ കമാൻഡാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇറാന്റെ തീരത്ത് നിന്ന് വരുന്ന എല്ലാ കപ്പലിനെയും ശക്തമായി തടയും എന്നാണ് അമേരിക്കയുടെ ഭീഷണി. ഹോർമുസ് ഉപരോധ രേഖ മറികടക്കാൻ അമേരിക്ക ഒരു കപ്പലിനെയും അനുവദിച്ചിട്ടില്ലെന്നും US കമാൻഡ് അവകാശപ്പെടുന്നു. ഉപരോധത്തിന്റെ ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പൽ പോലും ഹോർമുസ് കടന്നിട്ടില്ല എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെയും ഉപരോധം നടപ്പിലാക്കുമെന്നും എന്നാൽ ഇറാൻ അല്ലാത്ത മറ്റ് തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കുള്ള സുരക്ഷയ്ക്ക് അമേരിക്കയുടെ പിന്തുണയും ഉണ്ടാകുമെന്നും US കമാൻഡ് പറയുന്നു. എന്നാൽ ഹോർമുസ് ജലപാതയിൽ അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് ചൈനീസ് ചരക്ക് കപ്പൽ സംഘർഷ മേഖല കടന്നുപോയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അമേരിക്ക ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം സംഘർഷ മേഖല താണ്ടുന്ന ആദ്യ കപ്പലാണ് ചൈനയുടേത് എന്നായിരുന്നു റിപ്പോർട്ട്. ഈ സംഭവം ഉണ്ടായതോടെ അമേരിക്കയുടെ ഉപരോധം പൊളിഞ്ഞെന്ന് പരിഹസിച്ചുകൊണ്ട് ഇറാനും രംഗത്ത് വന്നിരുന്നു. ഹോർമുസിൽ ഉപരോധ രേഖ മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ തടയുമെന്നും പിടിച്ചെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഭീഷണി ഉയർത്തിയിരുന്നു. ട്രംപിനെ ആരെയും പേടിയില്ലെന്നും ഏത് രാജ്യത്തിന്റെ കപ്പലായാലും കടത്തി വിടില്ല എന്നുമായിരുന്നു ആ പ്രസ്താവന. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയ ആദ്യ ദിവസം തന്നെ 3 കപ്പലുകൾ ആ വഴി കടന്നുപോയി. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ചൈനീസ് കപ്പലിന് പിന്നാലെ മറ്റ് കപ്പലുകളും ഹോർമുസ് ജലപാതയിലൂടെ കടന്നുപോയത്. ഇറാൻ എണ്ണക്കടത്തിന്റെ പേരിൽ അമേരിക്കൻ ഉപരോധം നേരിടുന്ന റിച്ച് സ്റ്റാറി, മുരളി കിഷൻ എന്നീ കപ്പലുകളാണ് ഇന്നലെ ഹോർമുസിലൂടെ കടന്നുപോയത്. പനാമ പതാക വഹിച്ച UAE-യിലെ ഹംറിയ തുറമുഖം ലക്ഷ്യമിട്ടുള്ള പീസ് ഗൾഫ് കപ്പലും ഹോർമുസ് കടന്നുപോയതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാൻ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുകളല്ല ഇതെന്നും അതുകൊണ്ടാണ് അതിനെ തടയാതെ വിട്ടതെന്നുമാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രതികരണം. ഏകദേശം 2.5 ലക്ഷം ബാരൽ മെഥനോളുമായാണ് ചൈനീസ് കപ്പൽ ഹോർമുസ് കടന്നു വന്നത്. UAE-യിലെ ഹംറിയ തുറമുഖത്ത് നിന്ന് ചരക്ക് കയറ്റിയ ഒരു കപ്പലിൽ ചൈനീസ് പൗരന്മാരാണ് ഉണ്ടായിരുന്നത്. അമേരിക്കൻ ഉപരോധത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ആദ്യ ദിവസം തന്നെ ഹോർമുസ് കടന്ന ചൈനീസ് കപ്പലിന്റെ നീക്കം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അമേരിക്കയുടേത് ഒരു അപകടകരമായ നീക്കമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഹോർമുസ് മേഖലയിൽ ആയുധങ്ങളുമായി കറങ്ങി നടക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ആ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ഈ മേഖലയിൽ തുടർന്ന സംഘർഷാവസ്ഥ ലോക രാജ്യങ്ങളുടെ കപ്പലുകളെയും കപ്പൽ പാതയെയും ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതേസമയം അമേരിക്കയുടെ ഈ ഉപരോധത്തെ അതിജീവിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും മറിച്ച് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഈ കാലയളവ് അതിജീവിക്കാൻ കഴിയുമോ എന്നുമാണ് ഇറാൻ ഇപ്പോൾ ചോദിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാര്യം അറിഞ്ഞുകൊള്ളൂ, കടലിലെ ടാങ്കറുകളിൽ 3 മാസത്തേക്ക് വിൽക്കാനുള്ള എണ്ണ ഇറാൻ സംഭരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ സഖ്യകക്ഷികൾക്കും ആ കാലയളവ് വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പാണോ? ഇതാണ് ഇറാൻ എംബസി പങ്കുവച്ച പോസ്റ്റിൽ ചോദിക്കുന്നത്. തങ്ങളുടെ തുറമുഖങ്ങൾ അടച്ചാലും ലോക വിപണിയെ സ്വാധീനിക്കാൻ തങ്ങൾക്ക് ഇപ്പോഴും കഴിയുമെന്നൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്നത്.